കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെയും അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ജയൻ രാജീവിനെ കുറിച്ച് താൻ അറിഞ്ഞ സത്യങ്ങളൊക്കെ അനുപമയോടും മിനിയോടും പറയാണ്. അനുപമയോട് പറഞ്ഞു, രാജീവിന്റെ ഫോണ് പുറത്തെങ്ങും പോയിട്ടില്ല, രാജീവിന്റെ ഫോൺ ഇവിടെ തന്നെയുണ്ട്, ഇന്ത്യക്കുള്ളിൽ തന്നെയാണെന്ന് പറയാണ്. അതെങ്ങനെ ശരിയാവും ജയേട്ടാ, രാജീവേട്ടൻ ഗൾഫിലാണല്ലോ എന്ന് പറയണം. അവൻ ഗൾഫിലൊന്നും പോയിട്ടൊന്നുമില്ല, അവന്റെ ഫോൺ ഇന്ത്യക്ക് അകത്ത് തന്നെയാ. അവന്റെ ഫോൺ ഗോവയിൽ ആദ്യം കാണിച്ച്, ആ സിം ട്രേസ് ചെയ്തപ്പോ ഗോവയിലാ കാണിച്ച, പിന്നീട് മംഗലാപുരത്ത്. അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുവാന്ന് പറയണം. അല്ല, അതെങ്ങനെ ശരിയാവും, രാജീവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ജയേട്ടൻ എന്നോട് കള്ളം പറയണ്ടെന്ന് പറയാം. ഞാൻ എന്തിനാ അനുപമ നിന്നോട് കള്ളം പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് DYSP. അപ്പോൾ DYSP സാറ് ഒരു രഹസ്യ അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് രാജീവൻ നിന്നെ വിളിക്കാത്തതെന്ന് മാത്രം എനിക്ക് അറിയില്ലെന്ന് പറയാം. എന്റെ രാജീവേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാം. ഇനി പറയാൻ പറ്റില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഈ സമയം മിനി പറഞ്ഞു, കുറെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇനി അതുകൊണ്ട് ഇനി എങ്ങോട്ടെങ്കിലും പോയതാണോ? എനിക്ക് അറിയത്തില്ല മിനി ചേച്ചി. ഇവിടുന്ന് പോകുന്ന സമയത്ത് രാജീവേട്ടൻ്റെ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. കൊച്ചിന്റെ സ്കൂൾ ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ല, ഒരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലാ രാജീവേട്ടൻ ഇവിടുന്ന് പോയത്. അങ്ങനെയുള്ള രാജീവേട്ടൻ ഈ ഗോവയിലും മംഗലാപുരത്തും ഒക്കെ പോണെങ്കിൽ എന്ത് ചെയ്യും? ഗോവയിലൊക്കെ പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് വേണ്ടേ? അതിനുള്ള പൈസ എവിടുന്ന രാജീവേട്ടന്റെ കയ്യിൽ നിന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ ഉത്തരവില്ലായിരുന്നു. ജയൻ പറഞ്ഞു, നീ സങ്കടപ്പെടാതെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ മുത്തശ്ശിയുടെ ഗിരിദേവന്റെ വാവരുടെയൊക്കെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് തമ്പുരുമോളുടെ അച്ഛനും കൂടെ വരുവാണ്. അപ്പൊ തമ്പുരുമോളെ പറഞ്ഞു, തമ്പുരുമോളെ ഞങ്ങളൊന്ന് പോകട്ടെന്ന് പറയണം. മുത്തശ്ശിയോട് പറഞ്ഞു, നമുക്ക് പോയാലോ മുത്തശ്ശി എന്ന് ചോദിക്കണം. ശരി ഉണ്ണിമോളെ, നമുക്ക് പോകാന്ന് പറയാണ്. പിന്നീട് തമ്പുരുമോളോട് പറഞ്ഞു, ഇനി വരുമ്പം കാണാട്ടോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഘു പറഞ്ഞു, അതെ, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് തമ്പുരുമോളുടെ മുഖത്തൊരു ചിരി പോലും വന്നേ. എന്തോ മുൻപ് ഒത്തിരി കണ്ട് പരിചയമുള്ള പോലെ തമ്പുരുമോളെ ഇടപെട്ടെ. എത്രയോ നാളുകൾക്ക് ശേഷം എന്നറിയാവോ എന്റെ തമ്പുരുമോളുടെ മുഖത്ത് ഞാനൊരു ചിരി കാണുന്നേ, അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇനി ഇടയ്ക്ക് എപ്പോഴും ഞങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരുമോള് നോക്കിക്കഴിയുമ്പോഴത്തേനും ആ വൃത്തനായ അയാള് ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൈ നീട്ടുവാണെങ്കിൽ തരാനും പറഞ്ഞോണ്ട് ഇങ്ങനെ കൈ നീട്ടുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരുമോള് പെട്ടെന്ന് അങ്ങോട്ട് ഓടുവാണ്, വിളറി പിടിച്ച് ഓടുക. എന്തോ പേടിച്ചു കണ്ട് പെട്ടെന്ന് തമ്പുരുമോളെന്നും പഠിച്ചുകൊണ്ട് രഘു പുറകെ ഓടുവാണ്. ഓടിപ്പോയി തമ്പുരുമോളെ പിടിച്ചോണ്ട് വന്നു. അപ്പൊ തമ്പുരുമോൾ ഇങ്ങനെ പതുങ്ങി രഘുവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടക്കുവാണ്, പേടിച്ചരണ്ട്. ഇത് കണ്ടപ്പോ ഉണ്ണിമോളി, ഇതെന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. കുറെ കാലമായിട്ട് ഇവള് ഇങ്ങനെ എന്തോ ഒരു ഭാവമൊക്കെ കാണിക്കും, നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭജന ഇരുത്താനായിട്ട് കൊണ്ടുവന്നേ. ഇവളുടെ പുറകെ ആരോ കൂടിയിട്ടുണ്ടെന്നാ പണിക്കര് പറഞ്ഞേ. 11 ദിവസം ഇവിടെ ഭജന ഇരിക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ ആ ഭജന ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറയാ. പക്ഷെ 11 ദിവസം വഴി ഇരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, 11 ദിവസം ഇരിക്കണമെന്ന് പണിക്കര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ദിവസം ഇരിക്കണം എന്ന് പറയാം. ഈ സമയത്ത് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന കാര്യം മുത്തശ്ശിയോട് ഗിരിദേവൻ പറഞ്ഞായിരുന്നു. നമുക്ക് ആരെയും ചേർത്ത് പിടിക്കണം, നമ്മളെല്ലാവരോടും സഹാനുഭൂതി ഉള്ളവരായിരിക്കണം, നമ്മുടെ ആവശ്യമുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അത് ഒരു കുന്നോളം സ്വർണം എനിക്ക് കൊണ്ടു തരുന്നേക്കാൾ സന്തോഷമായിരിക്കും എനിക്ക് അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യം ഉണ്ണിമോടെ മനസ്സിൽ വന്നേ. പെട്ടെന്ന് ഉണ്ണിമോള് മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല മുത്തശ്ശി, നമുക്ക് പോണോന്ന് ചോദിക്കുവാണ് ഇന്ന് തന്നെ. അതെന്താ ഉണ്ണിമോൾ അങ്ങനെ പറഞ്ഞേ? അല്ല, നമുക്ക് തമ്പുരുമോളുടെ കൂടെ ഇവിടെ ഇരുന്നാലോ, ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കട്ടെ, തമ്പുരുമോൾക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഘുവിന്റെ മുഖം സന്തോഷത്താ വിടുന്നു. നല്ല കാര്യമായിരിക്കും, തമ്പുരുമോൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാ. ഗിരിദേവനും പാവരും പരസ്പരം നോക്കുവാണ്. അല്ല, തമ്പുരുമോൾക്ക് ഞാൻ ഇവിടെ ഇരിക്കണ സന്തോഷമാണെങ്കിൽ അത് അങ്ങനെയല്ലേ മുത്തശ്ശി നല്ലതെന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോളുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോൾക്ക് അത്ര താല്പര്യമാണ് ഇരുന്നു, ഇവിടെ ഗിരിദേവനും ബാബരും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ വേണമെങ്കിൽ എനിക്കൂടെ ഇവിടെ നിങ്ങളോട് നിൽക്കാം, ഒരു ദിവസം ദേവിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലെന്ന് ചോദിക്കണം. ഉണ്ണിമോൾക്ക് സന്തോഷമായി. പിന്നീട് രഘുവിന്റെ അടുത്ത് ഉണ്ണിമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഉണ്ണിമോൾ രഘു പറഞ്ഞു, ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ്, ഇവൾ നന്നായിട്ട് പാട്ട് വരുന്ന പറയാ. പാട്ട് പാടുക തമ്പുരുമോളം? അതെ, 1 വർഷമായിട്ടുള്ളൂ ഇവൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ട്. ഇവളുടെ അമ്മേനേക്കാൾ സുന്ദരമായിട്ട് ഇവള് പാടുമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇവളുടെ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നു അറിയാവോ? അല്ല, പിന്നീട് എന്ത് പറ്റി? പിന്നീടൊന്നും പറയണ്ട, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതൊരു വലിയ കഥ തന്നെയാ. ഇവളുടെ പുറകെ ഏതൊരു ബാധ കൂടിയിട്ടുണ്ടെന്നാ ചെന്നിടത്തുനിന്നൊക്കെ പണിക്കര് പറഞ്ഞ്.
1 വർഷമായിട്ടുള്ളൂ ഈ സംസാരശേഷി പോയിട്ട്. ഈ സംസാരശേഷി നഷ്ടപ്പെട്ട സമയം മുതൽ ഇന്നും അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന, പക്ഷേങ്കിൽ ഇവളിങ്ങനെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ അവരാരും ഇവരുടെ അടുത്ത് അടുക്കാതെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അച്ഛനമ്മമാർക്കും പേടിയാണ് ഇനി ഇവള് അവരെ എങ്ങനെ ഉപദ്രവിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട്. അതുകൊണ്ട് ആരും ഇവളുടെ കൂടെ കൂട്ടുകൂടാതായി. അങ്ങനെ ഇവൾ ഈ അവസ്ഥയിൽ എത്തിയെന്ന് പറയാണ്. ഉണ്ണിമോക്ക് സങ്കടമായി. പേടിക്കണ്ട കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ തമ്പുരുമോളോട് കൂട്ടുകൂടിക്കോളാം പറയാണ്. പിന്നീട് പറഞ്ഞു, ഇവള് പാടിയൊരു പാട്ട് കേൾക്കണ്ടേന്ന് ചോദിച്ചിട്ട് മൊബൈലിനകത്തൊരു പാട്ട് അങ്ങോട്ട് ഓൺ ചെയ്യണം. ആ പാട്ട് കേട്ടതും തമ്പുരുമോൾ എവിടുന്ന് ഓടി വന്നിട്ട് പെട്ടെന്ന് ആ പാട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് വിളറി പിടിച്ച പോലെ നിൽക്കുകയാണ്. കണ്ടോ, ഇതാ അവളുടെ അവസ്ഥ. ഈ പാട്ട് ഇവൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇവൾ അവസാനമായിട്ട് കേട്ട പാടിയ പാട്ടത്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്ക് ഭയങ്കര വിഷമമെന്ന് പറയാം. ഉണ്ണിമോൾ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? ഇവിടെ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പാട്ട് അയച്ചു കൊടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് അവൾ പാടിയ പാട്ടായത്. ആ പാട്ട് പാടിയതിന് ശേഷം ഇവൾക്ക് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെട്ടെ. പിന്നീട് എന്തോ അവൾക്ക് ഈ പാട്ട് കേട്ട് കഴിയും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം. ഉണ്ണിമോക്ക് സങ്കടമായിപ്പോയി. പെട്ടെന്ന് രഘുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. കോൾ എടുത്തേം, അതെയോ, ശരി ശരി, ഏത് ഹോസ്പിറ്റലാന്നൊക്കെ ചോദിക്കണം. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് കോള് കെട്ടിയ. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് അർജന്റായിട്ട് പോകണമെന്ന് പറയാം. അല്ല അപ്പം തമ്പുരുമോളുടെ ഭജന ഇരിക്കാൻ പറ്റില്ല, 11 ദിവസം ഇരിക്കണമെന്നൊക്കെ ഓർത്ത് വന്നാ, പക്ഷെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് രഘു തമ്പുരുമോളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ഉണ്ണിമോള് വരിക. എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി എന്താ ഉണ്ണിമോളെ ചോദിക്കുകയാണ്. അല്ല മുത്തശ്ശി, അതെ തമ്പുരു പോകാൻ തുടങ്ങുന്നത്. എങ്ങോട്ട് പോകാനായിട്ട്? 11 ദിവസം അവൾക്ക് ഭജന ഇരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞു ഇവിടെ എന്ന് പറയാണ്. പെട്ടെന്ന് ഗിരിദേവൻ വാവരെ ഒന്ന് നോക്കുവാണ്. ഈ സമയം തമ്പുരുമോളെയും കൂടെ കൂട്ടിയിട്ട് നേരെ തിരുമേന്റെ അടുത്തേക്ക് ചെല്ലുവാണ് രഘു. തിരുമേനോട് പറഞ്ഞു, അല്ല ഞങ്ങൾ പോകുവാന്ന് പറഞ്ഞ. അതെന്ത് പറ്റി? 11 ദിവസം ഭജന ഇരിക്കണം എന്നല്ലേ പണിക്കര് പറഞ്ഞേ. 11 ദിവസം ഇരിക്കണം എന്നൊക്കെ ഓർത്ത് വന്നാ, പക്ഷെ ഇരിക്കാൻ പറ്റില്ല. അതെന്താ പ്രശ്നം? അതെ, ഭാര്യ മുംബൈക്ക് പോയേക്കുമായിരുന്നു. അവൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന വഴിയില് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി അവളുടെ കാറൊന്ന് ആക്സിഡന്റ് ആയി. അവളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോയേ തീരുള്ളൂ പറയാം. അതിപ്പം മുടക്കമായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുകയാണ്. എന്താ ചെയ്യാനായിട്ടാ? ഒരു കാര്യം ചെയ്യാ, വീട്ടിലൊരു വിളക്ക് കത്തിച്ച് വെച്ച്, പൂജാമുറി ഉണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇരുത്ത് തമ്പുരുമോളെ. ഇനിയിപ്പോൾ അതോ ഒരു മാർഗം കാണുന്നുള്ളൂ. പണിക്കര് പറഞ്ഞ് ക്ഷേത്രത്തിൽ ഇരിക്കാനായിട്ടാ. കാരണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തമ്പുരുമോൾക്ക് അത് ആപത്താണ്. അപ്പൊ ക്ഷേത്രത്തിൽ 11 ദിവസം ഭജന ഇരുന്നിക്കുകയാണെങ്കിൽ നല്ലതാന്ന് പണിക്കര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ. അങ്ങനെ തമ്പുരുമോളെയും കൂട്ടിക്കൊണ്ട് രഘു പോകാൻ നേരത്ത് മുത്തശ്ശിയുടെ ഉണ്ണിമോളുടെ അടുത്തേക്ക് എത്തുവാണ്. അപ്പൊ ഞങ്ങൾ പോയേക്കും പറയാം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? തമ്പുരുമോൾക്ക് 11 ദിവസം ഭജന ഇരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. 11 ദിവസം ഇരിക്കണമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന് സാധിക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞ വാക്കുകളാ മുത്തശ്ശിയുടെ ഉള്ളി വന്നേ. 11 ദിവസം ആ മോൾ ഇരുന്നില്ലെങ്കിൽ, കാരണം ആ മോളെ അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ മോളുടെ ശരീരത്തുള്ള മോളുടെ ഒപ്പം കൂടിയിരിക്കുന്ന ആ ശക്തിക്ക് അത്ര പവർ ഉണ്ടെന്നാ. ഈ 11 ദിവസത്തെ നോയമ്പ് മുടക്കാനായിട്ട്, ഭജന മുടക്കാനായിട്ട്, എന്തും ചെയ്യാനായിട്ട് അയാൾ തയ്യാറാകും. അപ്പൊ ഇത് മുടക്കിക്കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും തമ്പുരുമോളെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ആക്സിഡന്റ്. മുത്തശ്ശിക്ക് അത് മനസ്സിലായി. മുത്തശ്ശി പറഞ്ഞു, അല്ല അത് തമ്പുരുമോളുടെ ജീവൻ ആപത്തല്ലേ, അത് കൊണ്ടുപോകണമെന്ന് ചോദിക്കണം. കൊണ്ടാവാതെ വേറെ തരവില്ലമ്മേ, എന്ത് ചെയ്യാൻ പറ്റും? അല്ല വേറെ ആരും വന്ന് നിൽക്കാനില്ലേന്ന് ചോദിക്കണം. നിൽക്കാൻ ഈ 7 ദിവസം വന്ന് നിൽക്കണ്ടേ? 4 ദിവസമായുള്ളൂ. ഇനി 7 ദിവസം കൂടെ ഉണ്ട്. 7 ദിവസം കൂടെ ഭജന ഇരിക്കണം. പക്ഷെ അത്രയും ദിവസം ആരാ തമ്പുരുമോളുടെ കൂടെ ഇവിടെ നിൽക്കണേ? അതുകൊണ്ട് എനിക്ക് പോവാതെ നിർവാഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പോവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, പാവം തമ്പുരുമോള് 11 ദിവസം ഭജന ഇരിക്കുമായിരുന്നു, നല്ല കാര്യമായിരുന്നു പറയാ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, 11 ദിവസം അവളോട് ഭജന ഇരിക്കുവാണെങ്കിൽ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് പറയാ. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അതെങ്ങനെയാ ഗിരിദേവാന്ന് ചോദിക്കണം. അതൊക്കെ നടക്കും. ഉണ്ണിമോള് പറഞ്ഞു, ശരിയാ, എനിക്ക് ഇവിടെ വന്നതിന് ശേഷമല്ല എന്റെ കഷ്ടതകളൊക്കെ മാറിയത്. അന്നപൂർണേശ്വരി ദേവി എന്നെ അനുഗ്രഹിച്ചേ, അതുപോലെ തന്നെ തമ്പുരുമോളെ അനുഗ്രഹിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവനൊരു പുഞ്ചിരി മാത്രമാണ് ഇതിന് കൊടുത്ത്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, തമ്പുരുമോളെയും കൊണ്ട് പോയല്ലോ, ഇനി ഇപ്പൊ എന്ത് ചെയ്യൂന്ന് ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് വാവരെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ഗിരിദേവൻ ചെയ്തത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിയത്തെ പ്രമോ വിശേഷമായിട്ട് വൈകുന്നേരം കാണാം കേട്ടോ.